ഇന്ത്യൻ വ്യവസായി ഗൗതം അദാനിക്കെതിരായിട്ട് അമേരിക്കൻ കോടതി നടപടിക്രമങ്ങൾ, അമേരിക്കൻ കോടതി അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി ഗുരുതരമായ വീഴ്ച നടത്തി എന്ന ആരോപണം ഉയർന്നതോടുകൂടി ഇന്ത്യയിൽ പാർലമെന്റിലും പുറത്തും ഒക്കെ തന്നെ വലിയ ബഹളങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഇപ്പം ഈ അദാനി വിഷയത്തിൽ അമേരിക്കൻ സർക്കാരിന്റെ നിലപാടിനെതിരായിട്ട്, അമേരിക്കൻ കോടതിയിൽ ആ വിഷയം കൊണ്ടുപോയതിനെതിരായിട്ട് ഇപ്പോൾ അമേരിക്കൻ പാർലമെന്റ് അംഗം തന്നെ അദാനിക്കെതിരായ നിലപാടെടുത്തതിന് അമേരിക്കൻ സർക്കാരിനെ വിമർശിക്കുകയാണ്. ടെക്സാസ് എന്നുള്ള പാർലമെന്റ് അംഗമായ ലാൻസ് ഗോർഡനാണ് അമേരിക്കൻ സർക്കാരിനെ വിമർശിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നത്, അമേരിക്കയിലെ അറ്റോർണി ജനറലിന് ഒരു കത്ത് എഴുതിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, അമേരിക്കയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ബിസിനസ് തർക്കങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ തർക്കങ്ങളൊക്കെ നിൽക്കുന്ന സമയത്താണ് മറ്റൊരു രാജ്യത്തിന്റെ അകത്ത് നടക്കുന്ന പ്രശ്നങ്ങളിലേക്ക് എന്തിനാണ് അമേരിക്ക ഈ വക പ്രശ്നങ്ങളിലൊക്കെ കയറി ഇടപെടാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ലാൻസ് ഗോർഡൻ ചോദിക്കുന്നത്. അമേരിക്കകത്ത് പരിഹരിക്കാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, അപ്പൊ എന്തിനാണ് ഈ വക കാര്യങ്ങൾ ഇടപെടുന്നത്? ഇന്ത്യ വളർന്നു വരുന്ന ഒരു വ്യാവസായിക രാജ്യമാണ്. അപ്പൊ ഇന്ത്യയുമായുള്ള ഒരു ബന്ധം, അമേരിക്ക ഇന്ത്യയുടെ നല്ല സുഹൃത്താണ്. അപ്പൊ ഇന്ത്യയുമായുള്ള ഒരു ബന്ധം വഷളാക്കാൻ മാത്രമേ ഇത് ഉതകൂ. അതേപോലെ തന്നെ ഇന്ത്യയിലെ വ്യവസായ വളർച്ചയ്ക്ക് വിഘാതം ഉണ്ടാക്കാൻ മാത്രമേ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാകൂ. ഇപ്പൊ തന്നെ അമേരിക്കയിലെ ഏറ്റവും ഒടുവിലത്തെ വിധിയെ തുടർന്ന് കെനിയയിലെ ഭരണകൂടം അദാനി കമ്പനിക്കുള്ള ഒരുപാട് കോൺട്രാക്റ്റുകൾ റദ്ദാക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അമേരിക്കൻ പാർലമെന്റ് അംഗത്തിന്റെ പ്രതികരണം. അമേരിക്കയിലെ ഈസ്റ്റേൺ ന്യൂയോർക്ക് കോടതി ഗൗതം അദാനിയെയും അദ്ദേഹത്തിന്റെ ബന്ധു സാഗർ അദാനിയെയും കുറ്റപ്പെടുത്തിയത്, അതായത് അവർ 2029 കോടി രൂപ ഇന്ത്യൻ അധികാരികൾക്ക് ഇന്ത്യയിൽ തങ്ങളുടെ കോൺട്രാക്ട് കിട്ടാൻ വേണ്ടി കൈക്കൂലി കൊടുത്തു എന്നുള്ളതാണ് അദാനിക്കെതിരായ കുറ്റം. അതായത് ഇന്ത്യയിലെ 4-5 സംസ്ഥാനങ്ങളിൽ, അതിൽ ജമ്മു കാശ്മീർ ഉണ്ട്, തമിഴ്നാടുണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, ഒഡീഷയുണ്ട്. അപ്പൊ ഈ വക സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ അതിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അദാനിയുടെ കമ്പനി 2029 കോടി രൂപ കൈക്കൂലി കൊടുത്തു. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വഴി ഈ സംസ്ഥാനങ്ങളിലൂടെ തങ്ങൾക്ക് കരാർ കിട്ടണം അദാനിയുടെ കമ്പനിക്ക്. അതിനാണ് അദാനിയുടെ കമ്പനി ഇന്ത്യയിലെ സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തത്. ഇത് അമേരിക്കയിലെ കേസാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അമേരിക്കയിൽ ഗൗതം അദാനിക്ക് ഒരുപാട് നിക്ഷേപകരുണ്ട്. അപ്പൊ ഗൗതം അദാനിയുടെ കമ്പനിയിലെ അമേരിക്കക്കാരായ നിക്ഷേപകരെ അറിയിക്കാതെ ഈ അഴിമതിക്കായിട്ടുള്ള പണം കൊടുത്തു എന്നുള്ളതാണ് കേസ്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യയിലും അത് വലിയൊരു ബഹളം ഉണ്ടായത്. അപ്പൊ ഇവിടെ പ്രശ്നം, എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അമേരിക്കൻ ഭരണകൂടം ഇടപെടുന്നത് എന്നാണ് അമേരിക്കയിലെ പാർലമെന്റ് അംഗം ചോദിക്കുന്നത്. ഇപ്പം ഇതിനകത്ത് വേറെ ചില ഇടനിലക്കാരുണ്ട്. മൗറീഷ്യസിലെ ഒരു കമ്പനിയുടെ ഉടമയുണ്ട്. പക്ഷെ അദ്ദേഹം ചോദിക്കുന്നു, ഈ പാർലമെന്റ് അംഗം ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അമേരിക്കയിലെ ആളുകൾ കൂടി ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുമല്ലോ, എന്തുകൊണ്ട് അവർക്കെതിരെ കേസെടുത്തില്ല? ഗൗതം അദാനിയുടെ കമ്പനിയിൽ ഷെയറുള്ള അല്ലെങ്കിൽ അതിൽ പങ്കാളിത്തമുള്ള ഒരുപാട് അമേരിക്കക്കാരുണ്ടല്ലോ. അവർ ഈ കേസുകളിലൊക്കെ ഇടപാടുകളിലൊക്കെ പെട്ട ആളുകളുണ്ട്. എന്തുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കുന്നില്ല എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ വിഷയം, അമേരിക്കയിലെ ട്രെൻഡ് മാറുകയാണ്. ബൈഡൻ ഭരണകൂടം പോകുന്നതോടുകൂടി അമേരിക്കയിൽ കാര്യമായ മാറ്റം വരും. അപ്പം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്താനുള്ള കാര്യമായ ശ്രമങ്ങൾ ബൈഡൻ ഭരണകൂടമുള്ള സമയത്ത് പല ശക്തികളും നടത്തിയിരുന്നു. അത് അവസാനിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് റിപ്പബ്ലിക്കൻ MP-യുടെ പ്രതികരണത്തിലൂടെ മനസ്സിലാവുന്നത്. അദ്ദേഹം ഒരു കാര്യം അറ്റോർണി ജനറലിനോട് ചോദിക്കുന്നുണ്ട്. ഈ സർക്കാരും ഗൗതം അദാനിയും തമ്മിലുള്ള ഈ ഇടപാടുകൾ, അല്ലെങ്കിൽ ഈ കേസിൽ ജോർജ് സൊറോസ് എന്ന ഒരു മൂന്നാമത്തെ കക്ഷി കൂടി ഇൻവോൾവ് ആണോ, ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ റോൾ എന്താണ് എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം ഉന്നയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾ ആക്ഷേപിക്കുന്നത് പോലെ അമേരിക്കൻ വിരുദ്ധനായ ജോർജ് സൊറോസ് ഇക്കാര്യത്തിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്നാണ് അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ MP തന്നെ പറയുന്നത്. അപ്പൊ ഇക്കാര്യം അന്വേഷിക്കണം എന്നാണ് അദ്ദേഹം അറ്റോർണി ജനറലിന് അയച്ച കത്തിൽ പറയുന്നത്. അപ്പം ഇന്ത്യയിൽ കത്തി നിൽക്കുന്ന ഗൗതം അദാനി വിഷയത്തിൽ മറ്റു ചില മാനങ്ങൾ കൂടി ഉണ്ടാവുകയാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിനകത്ത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവ വികാസം.